കണ്ണേ കരളെ VSA. ഓർമ്മയുണ്ടോ ഈ മുദ്രാവാക്യം? ഇന്ത്യയുടെ മാർക്സിസ്റ്റ് ധാര, ആ ഒരു ചരിത്രം തപ്പി നമ്മൾ പോയാൽ ആ ചരിത്രത്തിൽ മുഴുവനും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വം, ഒരു സഖാവ്. തിരുവനന്തപുരത്ത് മകന്റെ വീട്ടിൽ 100 വയസ്സ് കഴിഞ്ഞിങ്ങനെ വിശ്രമ ജീവിതത്തിൽ VS എന്ന പ്രതിഭാസം ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും കേരള രാഷ്ട്രീയം ഇങ്ങനെ ചർച്ചകളിലേക്ക്, കേരള രാഷ്ട്രീയത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം വന്ന് ഈ ഒരു വർഷം ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ഉത്തേജനത്തിന്റെ വർഷമായി മാറുമ്പോൾ VSും വീണ്ടും ഇങ്ങനെ ഓർമ്മയിൽ തികട്ടി വരികയാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ. നോക്കൂ, VS എന്ന് പറയുന്ന ഒരു നേതാവിന് എപ്പോഴും നയനാരുമായി കമ്പയർ ചെയ്യുമ്പോൾ EK നയനാറിന്റെ ഒരു ഗ്ലോറി നമുക്കിത് VSന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കാണാൻ കഴിയില്ല. 2001 ശേഷം നയനാരുടെ ഏകദേശം മരണത്തോടടുത്ത സമയമൊക്കെ ആയപ്പോൾ VS ഇങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ VS 100 വയസ്സ് ഇവിടെ ജീവിച്ച സഖാവ് എന്ന നിലയിൽ VSന് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയുണ്ട്. പക്ഷേ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ, കേരളത്തിൽ മുഴുവനും രാഷ്ട്രീയ മണ്ഡലത്തിൽ VS ഒരു പൊതു സ്വീകാര്യനായി മാറിയതിനെ കുറിച്ചാണ് പറഞ്ഞു വരുമ്പോൾ 2000 ശേഷം എന്ന് നമ്മൾ പറയുക. 2000 ശേഷം VS ഇങ്ങനെ ആലപ്പുഴയിലെ വെട്ടിനിരത്തലോടുകൂടി തൻ്റെ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ ഇമേജിനെയും വെട്ടിനിരത്തിയാണ് VS മനസാക്ഷിയിലേക്ക്, രാഷ്ട്രീയ കേരളത്തിലേക്ക് ഇങ്ങനെ നടന്നു കയറി വന്നത് എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു പെൺമക്കളെ തൊട്ടാൽ കയ്യാമം വെച്ച് റോട്ടിലൂടെ നടത്തുമെന്ന VSന്റെ പ്രഖ്യാപനം ഓർമ്മയില്ലേ? സൂര്യനെല്ലി കേസും ഐസ്ക്രീം പാർലർ കേസും കോതമംഗലം പെൺവാണിഭ കേസും എല്ലാം ഉണ്ടായപ്പോൾ VS എടുത്ത രാഷ്ട്രീയ പോരാട്ടം, VS എടുത്ത രാഷ്ട്രീയ നിലപാടുകൾ ഈ നാട്ടിൽ VSനൊരു പിതൃബിംബം നൽകി എന്നുള്ളതാണ്. അത്രമേൽ സ്വീകാര്യമായ ഒരു ഗാർഡിയൻ പവർ VS എടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ചന്ദന കൊള്ളയിലേക്ക് വന്നപ്പോഴോ ഈ നാടിന്റെ ചന്ദന സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കുകയും മറുഭാഗത്ത് കഞ്ചിക്കോട്ടിലെ ചന്ദന ഫാക്ടറികളിലേക്ക് അത് മാറ്റപ്പെടുകയും ചെയ്യുന്നതിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാവിന് ആ ഫാക്ടറികളിൽ ഷെയർ ഉണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തുറന്ന വിപ്ലവം VS നയിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷമോ VS ഇങ്ങനെ ഒരു വലിയ രീതിയിൽ കേരളത്തിലേക്ക് ശ്രദ്ധയാകർഷിച്ചു വരുന്നതും നമ്മൾ കണ്ടു. സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള അഴിമതിക്കെതിരെ, അത് കേരളത്തിൽ നടക്കുന്ന ഏത് അഴിമതി എന്നുള്ളതല്ല, സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അഴിമതിക്കെതിരെ VS എടുത്ത നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ പാർട്ടി വിഭാഗീയമായി ചിതറിപ്പോകുന്ന അവസ്ഥയിൽ പോലും തൻ്റെ രാഷ്ട്രീയത്തിൽ, തൻ്റെ നിലപാടുകളിൽ അഴിമതിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം VS കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ VS വീണ്ടും നമ്മുടെ മുന്നിൽ രാഷ്ട്രീയ കേരളത്തിൽ വീണ്ടും ചർച്ചകൾ വരുമ്പോൾ, വീണ്ടും മത്സരത്തിനൊരുങ്ങുമ്പോൾ, വീണ്ടും CPM ഒക്കെ ഇങ്ങനെ മൂന്നാം മൂഴത്തിലേക്ക് LDF സർക്കാർ നീങ്ങുമ്പോഴൊക്കെ VS എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ, ആ ഒരു സഖാവ്, കറകളഞ്ഞ അഴിമതി വിരുദ്ധൻ. ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കൂ, മുണ്ട് മടക്കി കുത്തി മല കയറി കാട് കയറി അനധികൃത കയ്യേറ്റം കണ്ടുപിടിക്കാനായി, അനധികൃത കയ്യേറ്റത്തിനെതിരെ VS നടന്നു കയറി കാടിൽ മുട്ടി നിൽക്കുന്ന ആകാശം മേലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ സ്വീകാര്യത തുറന്നു വെച്ചതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ VS വീണ്ടും ഓർമ്മകളിൽ നിറയുന്നു ഈ രാഷ്ട്രീയ കേരളത്തിൽ.